വിശദമായ വാർത്തകളിലേക്ക്. കൊട്ടാരക്കര താമരക്കുടിയിൽ കാട്ടുപന്നി ഇറങ്ങി ഏത്തവാഴകൾ വ്യാപകമായി നശിപ്പിക്കുന്നതായി പരാതി. മൈലം ഗ്രാമപഞ്ചായത്തിലെ 4-ാം വാർഡ് മാത്തൻ ഏലകളിലാണ് പന്നിശല്യം രൂക്ഷമായിരിക്കുന്നത്. ഇതേ തുടർന്ന് കൃഷി അവസാനിപ്പിക്കേണ്ട അവസ്ഥയിലാണ് കർഷകർ. 4 പറക്കണ്ടത്തിൽ കൃഷി ചെയ്ത ഏത്തവാഴ തൈകളാണ് നശിപ്പിക്കപ്പെട്ടത്. തങ്കപ്പൻ, സുകുമാരൻ, സുജാതൻ എന്നീ 3 കർഷകർ ചേർന്നായിരുന്നു പാട്ടത്തിനടുത്ത് കൃഷി നടത്തി വന്നിരുന്നത്. മുൻപും പന്നിശല്യത്താൽ മരച്ചീനിയും പച്ചക്കറികളും നശിപ്പിക്കപ്പെട്ടിരുന്നു. പാട്ടമെടുത്ത കൃഷിയാണ് അത്. വാഴ, പയറ്, പിന്നെ തണ്ണിമത്തന് എല്ലാ ഇതിലുണ്ട്. വാഴയാണ് ഇപ്പം ഞങ്ങൾ നശിപ്പിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ന്യൂനമർദ്ദത്തിലുണ്ടായ വെള്ളപ്പൊക്കത്തിൽ വിളവെടുക്കാൻ പാകമായ പാവലും പടവലവും നശിച്ചിരുന്നു. ഇപ്പോൾ പന്നിശല്യത്താൽ 20-ൽ പരം ഏത്തവാഴകളാണ് നശിച്ചത്. നമ്മൾ പാട്ടമെടുത്ത് കൃഷി ചെയ്യുന്ന നിലമാണ്. അതിൽ ഇപ്പം പയർ, വാഴ, വെള്ളരി, പാവല് ഇത്രയും നമ്മൾ കൃഷി ചെയ്യുന്നു. അതിൽ പന്നിശല്യം ഇപ്പോൾ ഞങ്ങൾക്ക് നഷ്ടം ഉണ്ടാക്കിയിരിക്കുന്നത് വാഴയാണ്. ഏത്തവാഴ, 4 മാസം പ്രായമുള്ള വാഴ. പന്നിശല്യം രൂക്ഷമാകുന്നതിനാൽ കൃഷി സംരക്ഷിക്കാൻ കർഷകർ ഉറക്കമിളച്ച് കാത്തിരിക്കേണ്ട അവസ്ഥയാണ്. ജില്ലയുടെ വിവിധയിടങ്ങളിൽ പന്നിശല്യം കർഷകർക്ക് ഭീമമായ നഷ്ടം വരുത്തുന്നതിനാൽ അധികൃതർ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാണ് കർഷകരുടെ ആവശ്യം. ന്യൂസ് 18 കൊട്ടാരക്കര. ഗുരുവായൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും പാസഞ്ചർ ട്രെയിനുകളും പകൽ തീവണ്ടികളും സർവീസ് നിലച്ചിട്ട് 2 വർഷമാകുന്നു. കോവിഡ് മഹാമാരിക്ക് ശേഷം ട്രെയിനുകളെല്ലാം സാധാരണ നിലയിലായിട്ടും സർവീസ് പുനരാരംഭിക്കാത്തതിൽ പ്രതിഷേധം ശക്തമാണ്. ഗുരുവായൂരിൽ നിന്നും രാവിലെ 9 മണിക്കും ഉച്ചയ്ക്ക് 1:30 സർവീസ് നടത്തിയിരുന്ന പാസഞ്ചർ ട്രെയിനുകളാണ് 2 വർഷമായി നിർത്തലാക്കിയത്. രാവിലെ ജോലിക്ക് പോകുന്നവരും ക്ഷേത്ര ദർശനം നടത്തി തിരിച്ചു പോകുന്നവരും ഏറെ ആശ്രയിച്ചിരുന്ന പാസഞ്ചർ ട്രെയിനുകളാണ് 2 വർഷമായി സർവീസ് പുനരാരംഭിക്കാത്തത്. ഗുരുവായൂരിൽ നിന്ന് തന്നെ ഒട്ടേറെ യാത്രക്കാരുമായി സർവീസ് നടത്തിയിരുന്ന ട്രെയിനുകളാണ് അധികൃതരുടെ അനാസ്ഥ മൂലം മുടങ്ങിക്കിടക്കുന്നത്. ഗുരുവായൂരിൻ്റെ ഗതാഗത സംവിധാനത്തിന് ഏറ്റവും പരിഹാരമെന്ന് അന്നത്തെ മുഖ്യമന്ത്രിയൊക്കെ പറഞ്ഞ ആ റെയിൽവേ സ്റ്റേഷനിലാണ് ഇന്ന് പകല് തികച്ചും നിർജ്ജീവമായ നിശ്ചലാവസ്ഥയിൽ. ഒരു പകൽ വണ്ടികളുമില്ല. രാത്രിയുള്ള വണ്ടികൾ, പ്രഭാതത്തിലുള്ള വണ്ടികൾ വെച്ചാൽ രാത്രി 7:30 തിരിച്ചെത്തുന്ന പാസഞ്ചറും ഇപ്പോൾ എത്തുന്നില്ല. പകൽ സമയങ്ങളിൽ ഗുരുവായൂരിൽ നിന്നും ഒരു ട്രെയിനുകളും സർവീസ് നടത്തുന്നില്ല. റെയിൽവേക്ക് അധിക വരുമാനം ലഭിച്ചിരുന്ന സർവീസുകളാണ് ഭക്തരെയും നാട്ടുകാരെയും ദുരിതത്തിലാക്കി മുടങ്ങിക്കിടക്കുന്നത്. ഇതിനെതിരെ ശക്തമായ പ്രതിഷേധത്തിനൊരുങ്ങുകയാണ് നാട്ടുകാരും സംഘടനകളും. ന്യൂസ് 18 ഗുരുവായൂർ. കാർഷിക കേരളം. തരിശു നിലത്ത് വിവിധ ഇനം പച്ചക്കറികൾ വിളയിച്ച് താമരശ്ശേരിയിലെ റോട്ടറി ക്ലബ്ബ്. താമരശ്ശേരി പഞ്ചായത്തിലെ 3-ാം വാർഡിലാണ് 1 ഏക്കറോളം സ്ഥലത്ത് കൃഷി ഇറക്കിയത്. കൃഷിഭവന്റെ സഹായം കൂടി ലഭിച്ചതോടെ 100 മേനി വിളമാണ് ഇവർക്ക് ലഭിച്ചത്. ഒഴിവു സമയം ഫലപ്രദമായി വിനിയോഗിച്ചാൽ തരിശുനിലത്തും പൊന്നുവിളയിക്കാമെന്നാണ് താമരശ്ശേരിയിലെ റോട്ടറി ക്ലബ്ബ് തെളിയിച്ചിരിക്കുന്നത്. കൃഷിഭവന്റെ തരിശുനില കൃഷി പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് ഇവർ നിലം കൃഷിയോഗ്യമാക്കിയത്. പടവലം, ചുരങ്ങ, പാവൽ, കക്കിരി, വെണ്ട, പയർ, എളവൻ, വെള്ളരി, മത്തൻ, ചീര, കോളിഫ്ലവർ, തക്കാളി തുടങ്ങിയവയെല്ലാം ഇവിടെ വിളയിച്ചെടുത്തു. മികച്ച വിളവ് കൂടുതൽ സ്ഥലത്ത് കൃഷി ചെയ്യാൻ പ്രചോദനമായി. ഒരു 10-20 വർഷമായിട്ടൊന്നും ചെയ്യാതെ കിടന്ന സ്ഥലമാണിത്. അപ്പോൾ ഞങ്ങൾ JCB കൊണ്ടുവന്ന് നിരത്തി ലെവലാക്കി വെറും ജൈവവളം മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ. അതുപോലെ കീടനാശികളൊന്നും തന്നെ ഉപയോഗിച്ചിട്ടില്ല. ഈ ദേശം 1.5 ഏക്കർ സ്ഥലമുണ്ട്. അതിൽ ഞങ്ങൾ 60 സെൻറ്റോളമാണ് ഞങ്ങൾ പച്ചക്കറി ചെയ്തേക്കുന്നത്. 2 വർഷം മുമ്പ് ഞങ്ങൾ റോട്ടറിയുടെ ഒരു നല്ല ഒരു വിളവെടുപ്പ് എടുത്തതാണ്. ഏതാണ്ട് ചുരുങ്ങിയ 1.5 ടണ്ണോളം പച്ചക്കറി ഞങ്ങൾ ഉൽപ്പാദിപ്പിച്ചു. പല ജോലികളിൽ ഏർപ്പെടുന്നവർ രാവിലെയും വൈകിട്ടും കൃഷിയിടത്തിലെത്തിയാണ് ഇവിടെ പൊന്നു വിളയിച്ചത്. വിളവെടുപ്പ് ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഖദീജ സത്താർ നിർവഹിച്ചു. ന്യൂസ് 18 താമരശ്ശേരി. നിർമ്മാണം പൂർത്തീകരിച്ചിട്ടും ഇടുക്കി ഉപ്പുതോട് സ്മാർട്ട് വില്ലേജ് ഓഫീസിന്റെ ഉദ്ഘാടനം നടത്താത്തതിൽ വ്യാപക പ്രതിഷേധം. 42 ലക്ഷം രൂപ ചെലവിട്ടാണ് ഉപ്പുതോട് വില്ലേജ് ഓഫീസ് സ്മാർട്ട് വില്ലേജ് ഓഫീസായി ഉയർത്തിക്കൊണ്ട് പുതിയ കെട്ടിടം നിർമ്മിച്ചത്. എന്നാൽ ഭരണകക്ഷിയിലെ തന്നെ CPI, CPM കക്ഷികൾ തമ്മിലുള്ള പടലപ്പിണക്കങ്ങൾ വില്ലേജ് ഓഫീസിന്റെ ഉദ്ഘാടനത്തിന് ഇപ്പോൾ തടസ്സമായിരിക്കുകയാണ്. ശക്തമായ ഒരു കാറ്റിലോ മഴയിലോ ഇടിഞ്ഞു വീഴാവുന്ന അവസ്ഥയിലാണ് നിലവിലുള്ള ഉപ്പുതോട് വില്ലേജ് ഓഫീസ് സ്ഥിതി ചെയ്യുന്നത്.
വർഷങ്ങളായി ഈ സ്ഥിതി തുടരുമ്പോഴും പുതിയതായി നിർമ്മിച്ച കെട്ടിടത്തിലേക്ക് മാറ്റി പ്രവർത്തനം ആരംഭിക്കാൻ ഇനിയും അധികൃതർ തയ്യാറായിട്ടില്ല. നാട്ടുകാരിൽ ചിലരും ഉപ്പുതോട് സെന്റ് ജോസഫ് പള്ളിയിൽ നിന്നുമായി 7 സെന്റ് സ്ഥലം സൗജന്യമായി നൽകിയാണ് പുതിയ വില്ലേജ് ഓഫീസ് കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നത്. 42 ലക്ഷം രൂപ അനുവദിച്ച് റവന്യൂ വകുപ്പ് തന്നെ ഉപ്പുതോട് സ്മാർട്ട് വില്ലേജ് ഓഫീസിനുള്ള കെട്ടിടവും നിർമ്മിച്ചു. എന്നാൽ പുതിയ കെട്ടിടത്തിലേക്ക് മാറ്റി പ്രവർത്തനം ആരംഭിക്കാൻ ഇനിയും അധികൃതർ തയ്യാറാകുന്നില്ലെന്നാണ് നാട്ടുകാരുടെ ആക്ഷേപം. ഉപ്പുതോട് വില്ലേജ് ഓഫീസിൻ്റെ ഉദ്ഘാടനം ജനുവരി 26-ന് നടത്തുമെന്ന് ആദ്യം ഗവൺമെൻറ്റും ഉദ്യോഗസ്ഥരും അറിയിച്ചുവെങ്കിലും പിന്നീട് സാങ്കേതിക കാരണങ്ങളാണ് എന്ന് പറഞ്ഞ് മാർച്ച് 4-ലേക്ക് മാറ്റിവെച്ചു. ഭരണകക്ഷിയിലെ പഠനപ്പിണക്കങ്ങളുടെ പേരിലാണ് ഈ ഉദ്ഘാടനം മാറ്റിയതെന്നാണ് അറിയാൻ കഴിയുന്നത്. ജനുവരി 26-നും പിന്നീട് മാർച്ച് 4-നും 2 തവണ ഉദ്ഘാടനത്തിനായി തീയതി നിശ്ചയിച്ച് ജനകീയ സമിതി ചേർന്ന് ഒരുക്കങ്ങളും നടത്തിയിരുന്നു. എങ്കിലും ഉദ്ഘാടനം മാറ്റിവെക്കുകയാണുണ്ടായത്. ഭരണകക്ഷിയിലെ CPI, CPM പാർട്ടികൾ തമ്മിലുള്ള പടലപ്പിണക്കങ്ങളും ശീതസമരങ്ങളുമാണ് ഓഫീസിന്റെ ഉദ്ഘാടനം വൈകുന്നതിന് കാരണമായതെന്നും പറയപ്പെടുന്നു. മരിയാപുരം, കാമാക്ഷി, വാത്തിക്കുടി പഞ്ചായത്തുകളിലെ 10 വാർഡുകളിൽ നിന്നുള്ള ആളുകൾ നിരന്തരം ആശ്രയിക്കുന്നത് ഉപ്പുതോട് വില്ലേജ് ഓഫീസിനെയാണ്. അടിയന്തരമായി വില്ലേജ് ഓഫീസിന്റെ പ്രവർത്തനം പുതിയ കെട്ടിടത്തിൽ ആരംഭിക്കാൻ നടപടിയുണ്ടാകണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് 18 ഇടുക്കി. പാലക്കാട് ധോണി മേഖലയെ വിറപ്പിച്ച പുലി കുടുങ്ങി. ധോണി സ്വദേശി TG മണിയുടെ വീടിന് സമീപം സ്ഥാപിച്ച കൂട്ടിലാണ് പുലർച്ചെ പുലി കുടുങ്ങിയത്. കൂട് നീക്കുന്നതിനിടെ പുതുപെരിയാരം വാർഡ് മെമ്പർ ഉണ്ണികൃഷ്ണനെ പുലി മാന്തി. ഉണ്ണികൃഷ്ണനെ ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റി. പ്രസാദ് ഉടുമ്പശ്ശേരി തയ്യാറാക്കിയ റിപ്പോർട്ടുകൾ. ഞാനിപ്പോൾ നിൽക്കുന്നത് പുലിക്കൂട് വെച്ച TG മാണിയുടെ വീട്ടിലാണ്. ഇവിടെ ആയിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ, കഴിഞ്ഞ 2 പ്രാവശ്യമായിട്ട് മാർച്ച് 11-നും അതോടൊപ്പം തന്നെ ഈ കഴിഞ്ഞ ദിവസവും ഇന്നലെയും പുലിയെത്തി കോഴിയെ പിടിച്ച സംഭവം ഉണ്ടായിട്ടുള്ളത്. ഈ ഒരു സ്ഥലത്ത് ഇവിടെയാണ് ഈ കൂട് സ്ഥാപിച്ചിരുന്നത്. നമുക്കിപ്പോൾ ലിജി ജോസഫിന് ഈ വീട്ടുടമസ്ഥയാണ്. കഴിഞ്ഞ ഒരു ആശ്വാസമായ പുലിയെ പിടിച്ചു. ആശ്വാസമായി. ആകെ ഒരു പേടിയായിരുന്നു ഞങ്ങൾക്ക്. ഇപ്പോൾ ഇവിടെ 2 പ്രാവശ്യം അടുപ്പിച്ചാണ്, ഇപ്പോൾ 3ാമത്തെ ദിവസമാണ് വരുന്നത്. അപ്പോൾ അവരിവിടെയാണ് കൂട് വെച്ചിരുന്നത്. അപ്പോൾ കൂട്ടിലൊരു കോഴീനെ ഇട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ പുലി വന്ന് വെളുപ്പിന് ഒരു 3:20 ആയിട്ടില്ല, അതിന് മുന്നേ വന്ന് പെട്ടു. നല്ല കൂടടയണ നല്ല സൗണ്ട് കേട്ടായിരുന്നു. അങ്ങനെയുള്ള അങ്ങനെ അയൽവക്കാരൊക്കെ വന്നു, ഫോറസ്റ്റുകാരെ വിളിച്ചു. അങ്ങനെ അവരൊന്ന് കൊണ്ടുപോയി. ആ പിള്ളേർ പേടിച്ചിട്ട് ഇപ്പൊ തന്നെ അവള് പുലിനെ കണ്ടിട്ട് പേടിച്ചിട്ട് കയ്യിൽ നിന്ന് ഇറങ്ങണില്ല, കയ്യിൽ തന്നെ ഇരിക്കുവാണ് പേടിച്ചിട്ട്. ഹലോ മോളെ, എന്താണ് പേടിച്ചെടുക്കുകയാണോ? ഞാൻ അടുത്തുനിന്ന് പോകാനും പാടില്ല, ഞാൻ കൂടെ ഇരിക്കണം. അവക്ക് ന്യൂസിൽ തന്നെ കണ്ടിട്ട് എനിക്ക് പുലിനെ കണ്ടെന്ന് പറയണത് പേടിച്ചിട്ട്. ഞങ്ങൾക്ക് ഇവിടെ ഉറക്കൂല, ആരും പുറത്തിറങ്ങില്ല. എങ്കിലും ആന പറ്റായിരുന്നു ഇതുവരെ. ഇപ്പൊ ആനയില്ല. ഇപ്പൊ പുലിയെ കുറിച്ചായിരുന്നു പേടി. ഇപ്പൊ ആരും എന്ത് സൗണ്ട് കേട്ടാലും ആരും പുറത്തിറങ്ങണില്ല. ഞങ്ങൾ എല്ലാവരുടെയും പരാതി കൊടുത്തു, എല്ലാം ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ ഇത് സമാധാനമായി. അത് പറയാൻ പറ്റില്ലല്ലോ. ഇനിയിപ്പോ അടുത്തത് വരുമോ എന്നുള്ളത് അറിയില്ലല്ലോ, ഇത് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ. പക്ഷെ ഇനിയെങ്കിലും വരാതെ നിങ്ങൾ എല്ലാവരും കൂടെ ശ്രദ്ധിച്ചൊന്ന് അതിനുള്ള പരിഹാരങ്ങൾ കാണണം. സമാധാനമായി മേനെ. ഇപ്പൊ അത്രയും നമുക്ക് പറയാനുള്ളൂ. കഴിഞ്ഞ പ്രാവശ്യം വന്ന് എന്റെ മുറ്റത്ത് വന്ന് വീണ് ഭയങ്കര പേടിയായിരുന്നു ഞങ്ങൾക്ക്. ഇന്നലെ പിന്നെ എന്തായാലും പറഞ്ഞ ആ കുട്ടി എല്ലാവരെയും വിളിച്ചറിയിച്ച് അതിനെ പിടിച്ചു. ഞങ്ങൾക്ക് അത് മതി, അത്ര അവസ്ഥയുള്ളൂ. ഇവിടെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാന്ന് വെച്ചാൽ ഇവിടെ ആയിരുന്നു, അതായത് ഇവിടെ വീടിനോട് ചേർന്നിട്ട് ഇവിടെ ഈ മേഖലയിലൂടെയാണ് പുലി വന്നുകൊണ്ടിരുന്നത്. ഈ കൂട് കാണാം, CCTV ദൃശ്യങ്ങളിലെല്ലാം തന്നെ ഈ കൂട് ഈ സൈഡിലൂടെയാണ്. ഇവരുടെ പുറകിൽ കാടാണ്, അവിടെ നിന്നാണ് പുലി സാധാരണ വന്നിരുന്നത്. 2 തവണയും ഈ മേഖലയിലൂടെ തന്നെയാണ് പുലി വന്നിരുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനിടെല്ലാം തന്നെ അടിക്കാടും എല്ലാം തന്നെ നിറഞ്ഞിരുന്നുകൊണ്ട് തന്നെ പുലി ഈ സ്ഥലങ്ങളിൽ എവിടെയെങ്കിലും മറിഞ്ഞിരുന്നാൽ ഒന്നും തന്നെ ഇവിടുത്തെ ആളുകൾക്ക് കാണാൻ കഴിയുന്നില്ല. ഇവിടെ
ഇവിടുത്തെ എന്തായാലും കൂട് സ്ഥാപിച്ച് പല സ്ഥലങ്ങളിലും കൂട് സ്ഥാപിച്ചു. അത് വലിയ ആശ്വാസകരമായ രീതിയിലേക്ക് പിന്നെ പിടികൂടാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. എന്താ പറയുള്ളത്? ഈ കാടൊന്ന് വെട്ടി കിട്ടി ഞങ്ങൾക്ക് ഒഴിവായി കിട്ടും. അത് ആ ഓരത്തെ എപ്പോഴും ഇന്നതെന്നില്ല. മലമ്പാമ്പ്, വേറെയുള്ള ഈ പുലി, പറഞ്ഞില്ലേ കരടി, പറഞ്ഞ പോലെ എല്ലാ സാധനവും ഞങ്ങൾക്ക് ഇവിടെ പേടിയാണ്. ഇവിടെ ഇരിക്കാനുള്ളവർക്ക് ഈ ചുറ്റും പരിസരത്തുള്ളവർക്ക് നല്ല പേടിയാണ്. മേനെ ഓടി വരെ ഞങ്ങൾക്ക് പേടിയല്ലേ. ഈ കാട് വെട്ടാൻ ഞങ്ങൾ ഫോറസ്റ്റുകാരോണ്ട് ഇഷ്ടം പോലെ പണ്ട് അവർ കേൾക്കണേ ഇല്ല. അതൊന്ന് വെട്ടിക്കിട്ടിയാൽ ഞങ്ങൾക്ക് വളരെ ഉപകാരമായി എന്നുള്ളതുണ്ട്. ഇന്നലെ അവര് ഉച്ചയ്ക്ക് കൊണ്ടുവന്ന് വെച്ചു. ആദ്യം അവിടെ വെച്ചിരുന്നത്, അത് കഴിഞ്ഞ് പിന്നെ വൈകുന്നേരം ആയപ്പോഴത്തേക്കും ഇങ്ങോട്ട് ഇറക്കി വെച്ചു. ഒരു 5:30-6 മണിയൊക്കെ 6 മണിയൊക്കെ വന്നു. ഏതാണ്ട് ഒരു 7-8 മണിയോളം ആയി അവരിന്ന് പോയപ്പോ. അങ്ങനെ അവിടെ വെച്ചിട്ട് പുലി ആ അറ്റത്താണ് വെച്ചത് കൂട്. അപ്പൊ അവിടെ വെച്ചാൽ പുലി വരില്ല എന്നുള്ളത് നാട്ടുകാർ മുഴുവനും പറഞ്ഞു. അപ്പൊ പിന്നെ അത് കേട്ടിട്ടാണ് അവര് 6 മണിക്ക് ശേഷമാണ് ഇവിടെ കൊണ്ടുവച്ചത്. എന്നിട്ട് എല്ലാരും പറഞ്ഞു ഈ അവിടെ വെച്ചാൽ പുലി കേറില്ല, മുറ്റത്തല്ലേ വെക്കേണ്ടത് എന്ന് പറഞ്ഞിട്ട് പിന്നെ അവര് ഇവിടെ കൊണ്ടുവച്ചു. 6 മണി കഴിഞ്ഞു. 6 മണി 6:30 എന്തായാലും കുറെ ദിവസങ്ങളിലല്ലേ, കാരണം നിങ്ങളായിരുന്നു ഏറ്റവും കൂടുതൽ പേടിച്ചിരുന്നത്. കുട്ടികൾക്കൊന്നും പുറത്തു വരുമ്പോ ഇറങ്ങാൻ പറ്റില്ലാത്ത അവസ്ഥയായിരുന്നു. ഇപ്പൊ ഒരാശ്വാസമായി. ഇനിയിപ്പോ പേടിക്കാതിരിക്കാലോ. ഇവരെല്ലാം തന്നെ പങ്കുവെക്കുന്നത് അവർക്ക് ഈ പുലിയെ പിടികൂടാൻ കഴിഞ്ഞതിന്റെ ഒരു ആശ്വാസമാണ് ഉള്ളത്. ഇവിടുത്തെ അടിക്കാടെല്ലാം തന്നെ വെട്ടി തെളിക്കണം എന്ന് പറയുന്നുണ്ട്. വീടിന്റെ പുറകുവശം എല്ലാം അത്തരത്തിൽ ആണ് നിൽക്കുന്നത്. ഇവിടെ ഈ മോനൊക്കെ ഇന്നലെ രാത്രി ഒക്കെ എല്ലാം കഴിഞ്ഞ കുറേ ദിവസമായിട്ട് പേടിച്ച് നിൽക്കായിരുന്നു അല്ലേ മോനെ? പുലിയെ പിടിച്ചത് കണ്ടോ? എന്താ പേരെന്താ? ഒന്ന് വന്നേ, ഇങ്ങോട്ട് വന്നേ, നോക്കട്ടെ, ചോദിച്ചു നോക്കട്ടെ. പുലി ഇപ്പൊ പിടിച്ച് പേടി പോയോ? ഇതാണ് കുട്ടി. ഇവരെല്ലാം സ്കൂളിൽ പോകുന്ന കുട്ടിയായിരുന്നു. പകൽ സമയങ്ങളിൽ പോലും ക്ലാസ് കഴിഞ്ഞ് വന്നാൽ കളിക്കാനൊന്നും പോകാതെ വീടിനകത്ത് തന്നെ നിൽക്കുന്ന, അത്രയും പേടിച്ച് നിൽക്കുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായിരുന്നത് എന്നാണ് നേരത്തെ ലിജിയെല്ലാം പങ്കുവച്ചിട്ടുള്ളത്. എന്തായാലും വലിയൊരു ആശ്വാസം. വനം വകുപ്പ് ഇനിയിപ്പോൾ പുലിയെ എവിടേക്കാണ്, ഏത് വനമേഖലയിലേക്കാണ് കൊണ്ടുപോകുന്ന സംബന്ധിച്ചുള്ള അന്തിമ തീരുമാനം എടുത്തിട്ടില്ല. അത് വരും മണിക്കൂറുകളാണ് ആ തീരുമാനം എന്തായാലും എടുക്കുക. മറ്റു വാർത്തകളുടെ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും വാർത്തകളിലേക്ക്. കൊണ്ടോട്ടി ബ്ലോക്ക് പഞ്ചായത്ത് യൂട്യൂബ് ചാനൽ ആരംഭിച്ചു. സംസ്ഥാനത്ത് ആദ്യമായാണ് ഒരു ബ്ലോക്ക് പഞ്ചായത്ത് സർക്കാർ അനുമതിയോടെ യൂട്യൂബ് ചാനലിന് തുടക്കം കുറിക്കുന്നത്. യൂട്യൂബ് ചാനലിന്റെ ലോഞ്ചിംഗ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് VP ഷെജ്നി നിർവഹിച്ചു. വികസന ക്ഷേമ മേഖലകളുമായി ബന്ധപ്പെട്ട ആശയങ്ങൾ സ്വീകരിക്കാനും സമൂഹത്തിലെ വിവിധ തലങ്ങളിൽ ഉള്ളവരുമായി സംവദിക്കുകയുമാണ് യൂട്യൂബ് ചാനലിന്റെ ലക്ഷ്യം. ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ, മെമ്പർമാർ, ഉദ്യോഗസ്ഥർ തുടങ്ങി നിരവധി പേർ പങ്കെടുത്തു. ആറ്റിങ്ങൽ മണനാക്കിൽ നിർധന വിദ്യാർത്ഥികൾക്കായി നിർമ്മിച്ച വീടിന്റെ താക്കോൽദാനം ഉമ്മൻചാണ്ടി നിർവഹിച്ചു. സലാം സാർ ഫൗണ്ടേഷന്റെ ആഭിമുഖ്യത്തിലാണ് +2 വിദ്യാർത്ഥികളായ ആലിഷയ്ക്കും ആമിഷയ്ക്കും വീട് നിർമ്മിച്ചു നൽകിയത്. ചടങ്ങിൽ KPCC മുൻ സെക്രട്ടറിയും സലാം സാർ ഫൗണ്ടേഷൻ മുഖ്യ രക്ഷാധികാരിയുമായ MA ലത്തീഫ് അധ്യക്ഷത വഹിച്ചു. സലാമിന്റെ ഭാര്യ ലൈല, മക്കളായ ബാജു, സഞ്ജു, മുജീബ്, വക്കം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് താജുനിസ തുടങ്ങിയവർ പങ്കെടുത്തു. സ്കൂളുകളും അംഗൻവാടികളും ഹൈടെക് ആവുന്ന കാലത്തും അടിസ്ഥാന സൗകര്യങ്ങൾ പോലുമില്ലാതെ ഒരു അംഗൻവാടിയുണ്ട് കോഴിക്കോട് പുതുപ്പാടിയിൽ. പെരുമ്പള്ളി 8 ഏക്കറിലാണ് തകർന്നു വീഴാറായ ഇടുങ്ങിയ കെട്ടിടത്തിൽ അംഗൻവാടി പ്രവർത്തിക്കുന്നത്. നാട്ടുകാർ വിലയ്ക്ക് വാങ്ങി നൽകിയ ഭൂമിയിൽ കെട്ടിടം നിർമ്മിക്കാൻ സമീപവാസി തടസ്സം നിൽക്കുന്നുവെന്നും ഇതിന് അധികൃതർ കൂട്ടുനിൽക്കുന്നുവെന്നും നാട്ടുകാർ ആരോപിക്കുന്നു. 8 ഏക്കറിലെ അംഗൻവാടിയിൽ നിലവിൽ 20ഓളം വിദ്യാർത്ഥികൾ ഉണ്ട്. സ്വന്തമായി കെട്ടിടമില്ലാത്തതിനാൽ ഹരിജൻ മഹിളാ സമാജത്തിന്റെ കെട്ടിടത്തിലായിരുന്നു പ്രവർത്തനം. അസൗകര്യങ്ങൾ മൂലം പിന്നീട് സമീപത്തെ ആരോഗ്യ ഉപകേന്ദ്രത്തിലേക്ക് മാറ്റി. ഇടിമിന്നലിൽ കേടുപാടുകൾ സംഭവിച്ച കെട്ടിടത്തിൽ വൈദ്യുതി കണക്ഷനും ഇല്ല. കൊടും ചൂടിനൊപ്പം അപകട സാധ്യതയും. കുട്ടികളെ ഇവിടേക്ക് പറഞ്ഞയക്കാൻ പേടിയാണെന്ന് രക്ഷിതാക്കൾ പറയുന്നു. മഴക്കാലം ആവുമ്പോൾ ഇതെപ്പോൾ പണി കഴിയാമെന്നറിയില്ല. മഴക്കാലം ആകുമ്പോൾ ഞങ്ങൾ എന്ത് വിശ്വസിച്ച് ഞങ്ങളെ മക്കളെ ഇതിൻ്റെ ഉള്ളിൽ നിർത്തും? ഇത് ഏത് നേരവും പൊട്ടി തകർന്ന് വീണ് പോകുന്ന അവസ്ഥയിലാണ്. ഈ ടവർ ഉള്ളത് കൊണ്ട് തന്നെ ഇടി മിന്നൽ അങ്ങനത്തെ ഒക്കെ ഞങ്ങൾക്ക് മക്കളെ മേൽ പേടിക്കേണ്ട കാര്യങ്ങളാണ്. എന്ത് വിശ്വസിച്ച് ഞങ്ങളെ മക്കളെ ഇവിടെ
ആക്കി പോകും. ഞങ്ങളെ മക്കൾക്കും വിദ്യാഭ്യാസം വേണ്ടേ? 15 വർഷം മുൻപാണ് ഹരിജൻ മഹിളാ സമാജത്തിന്റെ കെട്ടിടം വിട്ടുകൊടുത്തത്. ഇതിനോട് ചേർന്നുള്ള ഭൂമി കെട്ടിടം നിർമ്മിക്കാൻ വിട്ടുകൊടുത്തപ്പോൾ പഴയ കെട്ടിടം പൊളിച്ചു മാറ്റി. നിയമപ്രശ്നം ചൂണ്ടിക്കാണിച്ച പഞ്ചായത്ത് അധികൃതർ വേറെ ഭൂമി വാങ്ങി നൽകിയാൽ കെട്ടിടം നിർമ്മിക്കാമെന്ന് ഉറപ്പുകൊടുത്തു. നിത്യവൃത്തിക്ക് പോലും പ്രയാസപ്പെടുന്ന നാട്ടുകാർ പണപ്പിരിവ് നടത്തി 3 സെന്റ് വിലയ്ക്ക് വാങ്ങി. 2 സെന്റ് ഭൂ ഉടമ സൗജന്യമായും നൽകി. 5 സെന്റ് ഭൂമി പഞ്ചായത്തിന് രജിസ്റ്റർ ചെയ്ത് നൽകി. ഈ ഭൂമിയിലൂടെ സമീപവാസിക്ക് റോഡ് നിർമ്മിക്കാൻ പഞ്ചായത്ത് അധികൃതർ അനുമതി നൽകി. ഇതിനെ നാട്ടുകാർ ചോദ്യം ചെയ്തപ്പോൾ അംഗൻവാടിക്ക് കെട്ടിടം നിർമ്മിക്കുന്ന പ്രവൃത്തി ഉപേക്ഷിച്ചുവെന്നാണ് പരാതി. നിങ്ങൾ 3 സെന്റ് സ്ഥലം തന്നാൽ കെട്ടിടം ഞങ്ങൾ ഉണ്ടാക്കി തരാം. ആടെ രാഘവന് വയ്യ കൊടുക്കാൻ ഞങ്ങൾ സ്ഥലം വാങ്ങിക്കൊടുത്തിയില്ല. പഞ്ചായത്തിന് 3 സെന്റ് സ്ഥലം ചോദിച്ച് അത് ഞങ്ങൾ വാങ്ങിക്കൊടുത്ത് പഞ്ചായത്തിൽ നിന്ന് ഞങ്ങൾക്കൊരു അംഗനവാടി തരാൻ വേണ്ടിയിട്ടാണ്. ആ അംഗനവാടി ഞങ്ങൾക്ക് തരുന്നില്ലേ? ഞങ്ങൾക്ക് അങ്ങോട്ട് തിരിച്ചു തന്നാൽ ഞങ്ങൾ ഇനിയും പാട്ടപ്പിരിവ് നടത്തും. പഞ്ചായത്ത് തിരിച്ചെഴുതി തരണം. ഭൂമി നാട്ടുകാർക്ക് തിരിച്ചു കൊടുത്താൽ പണപ്പിരിവ് നടത്തി കെട്ടിടം നിർമ്മിക്കുമെന്നാണ് ഇവർ പറയുന്നത്. കുട്ടികൾക്ക് കുടിവെള്ളം പോലും ഒരുക്കാൻ അധികൃതർ തയ്യാറാകുന്നില്ല എന്നും ആക്ഷേപമുണ്ട്. പിന്നെ പ്രധാനമായിട്ടും വേണ്ട മക്കൾ കുടിക്കാനുള്ള വെള്ളം അത് മലേൻ്റെ മുകളിൽ നിന്ന് ഓസിട്ട് വരുന്ന അതാണ്. അത് ഈ ടീച്ചറും ഹെൽപ്പറും ഒരാൾ പോയി കഴിഞ്ഞാൽ ഇവർക്ക് വെള്ളം കിട്ടാൻ ബുദ്ധിമുട്ടാണ്. അത് നാട്ടുകാർ സഹകരിച്ചിട്ടാണ് ഈ വെള്ളം കിട്ടുന്നവർക്ക്. അങ്ങനെ ഈ മക്കളെ ഇട്ടുവെച്ച് ഇവർക്ക് വെള്ളം കൊടുക്കാൻ പോകാൻ പറ്റൂല. അങ്ങനത്തെ ഒരു അവസ്ഥയാണ് ഇവിടെ ഉള്ളത്. ഗ്യാസ് അടുപ്പ് ഉൾപ്പെടെ എല്ലാം ഒരു ഇടുങ്ങിയ മുറിക്കുള്ളിലാണെന്നും കുട്ടികളുടെ സുരക്ഷ പോലും ഉറപ്പുവരുത്താൻ കഴിയുന്നില്ല എന്നുമാണ് ടീച്ചർക്ക് പറയാനുള്ളത്. 10, 15, 20ഓളം കുട്ടികളുണ്ട് ഇവിടെ. അപ്പോൾ ഈ ഒരു ഹാളിൻ്റെ ഉള്ളിൽ എനിക്ക് ഇവിടെ ഇവരെയും കൊണ്ട് പ്രവർത്തിക്കാൻ കഴിയുന്നില്ല. ഇവിടെ കയറി ഇറങ്ങാനും എല്ലാ സാധനവും വെക്കാനും ഒരൊറ്റ റൂമിൻ്റെ ഉള്ളിൽ പിന്നെ അടുപ്പ് ഗ്യാസ് ഇതൊക്കെ കത്തിക്കാനും കഴിയുന്നില്ല. ഞങ്ങളെ സാധനങ്ങൾ വെക്കാനും ഞങ്ങൾക്ക് തീരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഈ കുട്ടികൾക്ക് എന്തെങ്കിലും പ്രശ്നം സംഭവിച്ചാൽ നമ്മളെ എത്തുന്നതാണല്ലോ, നമ്മളാണല്ലോ അതിന് ഇത് പറയേണ്ടത്. ഇപ്പം ജനങ്ങൾ പറയുന്നുണ്ട്, അമ്മമാർ പറയുന്നുണ്ട് ഞങ്ങൾ കൊണ്ടാക്കൂല ടീച്ചറെ, എന്തുറപ്പില്ല അപ്പം മക്കളങ്ങോട്ട് കൊണ്ടാക്കുകയെന്ന്. അംഗൻവാടിക്ക് കെട്ടിടം ലഭിക്കാൻ ഏതറ്റം വരെ പോകാനും ഇവർ തയ്യാറാണ്. എല്ലാം ഹൈടെക് ആകുന്ന ഈ കാലത്ത് ഒറ്റപ്പെട്ട ഈ പ്രദേശത്തുള്ള കുട്ടികൾക്കും അടിസ്ഥാന വിദ്യാഭ്യാസം വേണം. ന്യൂസ് 18 താമരശ്ശേരി. അംഗൻവാടികളെ സ്മാർട്ടാക്കുകയാണ് ദേവികുളം ബ്ലോക്ക് പഞ്ചായത്ത്. ആദ്യഘട്ടം എന്ന നിലയിൽ ശാന്തൻപാറയിലെ 2 അംഗൻവാടികളെ സ്മാർട്ടാക്കി. ചുമരിൽ കാർട്ടൂൺ കഥാപാത്രങ്ങളും മുറ്റത്ത് പാർക്കുമൊക്കെയായി കുട്ടികളെ സന്തോഷിപ്പിക്കുന്ന തരത്തിലാണ് അംഗൻവാടികൾ ഒരുക്കിയിട്ടുള്ളത്. ചുമരു നിറയെ കാർട്ടൂൺ കഥാപാത്രങ്ങൾ, മുറ്റത്ത് ഫൈബർ സ്ലൈഡ് പാർക്ക്. സംസ്ഥാനത്തെ ആദ്യ സമ്പൂർണ്ണ സ്മാർട്ട് അങ്കണവാടികൾക്ക് തുടക്കം കുറിച്ചിരിക്കുകയാണ് ദേവികുളം ബ്ലോക്ക് പഞ്ചായത്ത്. തോട്ടം മേഖലയായ ശാന്തൻപാറയിലെ 2 അങ്കണവാടികളാണ് സ്മാർട്ടാക്കിയത്. അടുത്ത സാമ്പത്തിക വർഷത്തിനുള്ളിൽ ദേവികുളം ബ്ലോക്കിലെ മുഴുവൻ അങ്കണവാടികളും സ്മാർട്ടാക്കാനുള്ള ഒരുക്കത്തിലാണ് അധികൃതർ. அங்கே பெர்மிஷன் கிடைக்காது, இடம் கிடைக்காதனால தான் அங்கே நம்ம ஸ்மார்ட் அங்கன்வாடி உண்டாக்க முடியாத காரணமாயிடுச்சு. இருந்தாலும் இங்கே நமக்கு எல்லா இடத்துலையும் சொந்த பூமியாக இருக்கிறதுனால எல்லா சலுகையும் செய்யலாம். இப்போ 2 அங்கன்வாடி ஸ்மார்ட் அங்கன்வாடி தான் வந்திருக்குன்னு நீங்கள் நினைக்க வேண்டாம். எல்லா இடத்துலையும் இனிமேல் இந்த வருஷ பദ്ധதிகளில் நாங்கள் ஸ்மார்ட் அங்கன்வாடி வைக்கிறதுக்குள்ள തീരുമാനം എടുത്തിരുന്നു. സ്മാർട്ട് TV, മ്യൂസിക് ബോക്സ്, വിവിധതരം കളിക്കോപ്പുകൾ തുടങ്ങിയവ കുട്ടികൾക്കായി ഒരുക്കിയിട്ടുണ്ട്. ടോം ആൻഡ് ജെറി, ഡൊണാൾഡ് ഡക്ക് തുടങ്ങി കുട്ടികളുടെ ഇഷ്ടതാരങ്ങളെയും അക്ഷരമാലകളെയും കൊണ്ട് സമ്പന്നമാണ് ചുമരുകൾ. പഠിക്കാൻ ആധുനിക രീതിയിലുള്ള ഇരിപ്പിടങ്ങളും ഒരുക്കിയിട്ടുണ്ട്. അറിവിന്റെ ലോകത്തേക്കുള്ള ആദ്യ ചുവടുവയ്പിൽ തന്നെ കുട്ടികൾക്ക് മികച്ച വിദ്യാഭ്യാസം ഉറപ്പുവരുത്തുകയാണ് പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നത്. ന്യൂസ് 18 നെടുങ്കണ്ടം. ആലപ്പുഴ കായംകുളം നഗരത്തിൽ കരിപ്പുഴ തോടിന് കുറുകെ നിർമ്മിക്കുന്ന പാർക്ക് ജംഗ്ഷൻ പാലം ഉദ്ഘാടനത്തിന് സജ്ജമായി. കാലപ്പഴക്കത്താൽ നാശം നേരിട്ട പഴയ ഇടുങ്ങിയ പാലം നവീകരിച്ചത് കായംകുളം നഗരത്തിലെ ഗതാഗത കുരുക്കിന് ഒരു പരിധിവരെ പരിഹാരമാകുമെന്നാണ് പ്രതീക്ഷ. കായംകുളം നഗരമധ്യത്തിൽ 5.46 കോടി രൂപ ചെലവിൽ കരിപ്പുഴ കനാലിന് കുറുകെയാണ് പാലം നിർമ്മാണം. സർവീസ് റോഡിന്റെയും നടപ്പാതയുടെയും പണികൾ ഒരാഴ്ചയ്ക്കുള്ളിൽ പൂർത്തിയാകുന്നതോടെ പാലം നാടിനായി തുറന്നുകൊടുക്കും. 20 മീറ്റർ നീളത്തിലും 11 മീറ്റർ വീതിയിലുമാണ് പാലം നിർമ്മിച്ചത്. പാലത്തിന് ഇരുവശങ്ങളിലുമായി 1.5 മീറ്റർ നീളത്തിൽ നടപ്പാതയുണ്ട്. വളരെ ഇടുങ്ങിയതും പഴക്കമേറിയതുമായിരുന്നു നമ്മുടെ പാർക്ക് ജംഗ്ഷൻ പാലം സമയബന്ധിതമായിട്ട് നിർമ്മാണം പൂർത്തിയാക്കുകയാണ്. വളരെ മനോഹരമായിട്ട്
പാർക്ക് ജംഗ്ഷൻ പാലത്തിന് നിർമ്മാണം കഴിഞ്ഞിരിക്കുന്നു. അതോടുകൂടി നമ്മുടെ പട്ടണത്തിൻ്റെ മനോഹാരിത വർദ്ധിക്കുമെന്ന് മാത്രമല്ല ഗതാഗത കുരുക്കിന് ഒരു വലിയ ശതമാനം പരിഹാരം കാണാനായിട്ടുള്ള ആദ്യഘട്ട പരിപാടിയാണ് ഇതിലൂടെ നമുക്ക് സാഫല്യത്തിലെത്തുന്നത്. പാലം പണി പൂർത്തിയാകുന്നതോടെ സസ്യ മാർക്കറ്റിൽ നിന്ന് KP റോഡിലേക്കുള്ള ചരക്ക് ഗതാഗതവും കാര്യക്ഷമമാകും. തിരക്കേറിയ റോഡിലെ നേരത്തെയുള്ള വീതി കുറഞ്ഞ പാലം സുഗമമായ യാത്രയ്ക്ക് തടസ്സമായിരുന്നു. പാർക്ക് ജംഗ്ഷൻ പാലം തുറന്നുകൊടുക്കുന്നതോടെ മാർക്കറ്റ് പാലത്തിന്റെ നിർമ്മാണത്തിനുള്ള നടപടികൾക്ക് തുടക്കമാകും. ഇത് നഗരത്തിലെ ഗതാഗത വികസനത്തിന് ഏറെ സഹായകരമാകും. ന്യൂസ് 18 കായംകുളം. 13 കോടി രൂപ ചെലവിൽ നിർമ്മിക്കുന്ന എളമരം കടവ് പാലം അപ്രോച്ച് റോഡിന് വീതി കുറവെന്ന് പരാതി. പലയിടത്തും 6 മീറ്റർ മാത്രം വീതിയുള്ള അപ്രോച്ച് റോഡ് ഭാവിയിൽ ബുദ്ധിമുട്ടുണ്ടാക്കുമെന്നും 8 മീറ്റർ വേണമെന്നുമാണ് നാട്ടുകാരുടെ ആവശ്യം. എളമരം പാലം കഴിഞ്ഞ് ജുമാ മസ്ജിദ് കഴിയുന്നതുവരെ അപ്രോച്ച് റോഡിന് 8 മീറ്ററിലധികം വീതിയുണ്ട്. മറ്റു പല സ്ഥലത്തും 6 മീറ്റർ മാത്രമേ റോഡിന് വീതിയുള്ളൂ. 8 മീറ്ററിന് പുറമെ ഇനിയും വീതി കൂട്ടണമെന്ന ആവശ്യമുയരുമ്പോഴാണ് പല സ്ഥലത്തും 6 മീറ്ററിൽ റോഡ് പണി നടക്കുന്നത്. പലരും കയ്യേറിയ ഭാഗം അതേപടി നിലനിർത്തി അഴിമതിക്ക് ചിലർ കൂട്ടുനിൽക്കുകയാണെന്ന് നാട്ടുകാർ പറയുന്നു. പാലം വികസനത്തിനായി നിർമ്മിച്ച ആക്ഷൻ കമ്മിറ്റി ഇക്കാര്യത്തിൽ ഒന്നും മിണ്ടുന്നില്ലെന്നാണ് ആക്ഷേപം. പല സ്ഥലങ്ങളിലും 5.5 മീറ്റർ 6 മീറ്റർ കഷ്ടി 6 ജസ്റ്റ് 6 മീറ്ററിന്റെ പുറത്ത് ഇങ്ങനത്തെ പല സ്ഥലങ്ങളുണ്ട്. അപ്പോൾ ഈ രീതിയിൽ നമ്മളെ ഈ സ്വപ്നത്തിലുള്ള ഒരു പദ്ധതി അത് ഈ രീതിയിൽ നിർമ്മിച്ചു കഴിഞ്ഞാൽ അത് ഭാവിയിൽ അതിനാകെ തകർന്നു പോകുന്നൊരവസ്ഥ ഉണ്ട്. ആകെ ഈ റോഡിൻ്റെ പ്രാധാന്യം തീർത്തും നഷ്ടപ്പെടും. തന്നെയല്ല ഒരു സംശയം ഇതിൻ്റെ ഒരു ഫണ്ട് ഇതിൽ മുഴുവൻ വേണ്ട വിധത്തിൽ ഉപയോഗിക്കാതെ കണ്ട് മറ്റ് റോഡിനെ അവിടെ തിരിച്ചു വിടാൻ ഉള്ള ഒരു ശ്രമം നടക്കുന്നുണ്ടോ എന്ന് കൂടി സംശയിക്കുന്നുണ്ട്. 8 മീറ്റർ PWD റോഡാണ്. ആ റോഡിൽ പല സ്ഥലത്തും ഇപ്പോൾ 8 മീറ്റർ ഇല്ല. അതൊരു വസ്തുതയാണ്. 8 മീറ്റർ റോഡ് വികസിപ്പിച്ചുകൊണ്ട് ഉള്ള ഒരു അപ്രോച്ച് റോഡാണ് ജനങ്ങളും അതുപോലെ നാട്ടുകാരും ഉദ്യോഗസ്ഥരും എല്ലാവരും ആഗ്രഹിക്കുന്നത്. അത് ഇപ്പം രീതിയിൽ നടക്കുന്ന ഒരു രീതി കാണുന്നില്ല. കോഴിക്കോട് ജില്ലയിലേക്കും തിരിച്ചു മലപ്പുറത്തേക്കും വലിയ വാഹനങ്ങളടക്കം കടന്നുപോകുന്ന എളുപ്പവഴിയാണിത്. കരാറുകാർ വലിയ ലാഭം നേടാൻ ചിലർക്ക് ഒത്താശ ചെയ്യുകയാണെന്നും സർക്കാർ ഭൂമി കയ്യേറിയവരിൽ നിന്നും തിരിച്ചുപിടിക്കാൻ അധികൃതർ മടിക്കുകയാണെന്നും ചൂണ്ടിക്കാട്ടി പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിക്ക് പൊതുപ്രവർത്തകൻ TP ഇസ്മയിൽ പരാതി നൽകിയിട്ടുണ്ട്. സർവേ നടത്തി റോഡ് വീതി കൂട്ടണമെന്ന് നാട്ടുകാരും പ്രദേശത്തെ പൊതുപ്രവർത്തകരും ആവശ്യപ്പെടുന്നു. പ്രശ്നത്തിന് പരിഹാരം കണ്ടില്ലെങ്കിൽ പ്രതിഷേധ പരിപാടികളടക്കം നടത്താനാണ് നാട്ടുകാരുടെ തീരുമാനം. ന്യൂസ് 18 എളമരം. നാട്ടുവർത്തമാനം പൂർണ്ണമാകുന്നു. നമസ്കാരം.